ഏത് വാട്ടർ പ്രൂഫിംഗ് മെറ്റീരിയലും ഈ പറഞ്ഞ രീതിയിൽ സിമെന്റീഷ്യസോ അല്ലെങ്കിൽ ബിറ്റുമിനസോ അല്ലെങ്കിൽ ഈ പറയുന്ന പോളി കാർബണേറ്റ് ഉള്ള രീതിയിലുള്ളോ അല്ലെങ്കിൽ ഏത് തരത്തിൽ യൂസ് ചെയ്താലും അതിന് മുൻപ് നമ്മൾ ഇതിനകത്തുള്ള അവരുടെ വെബ്സൈറ്റ് നന്നായി സ്റ്റഡി ചെയ്യണം. എങ്ങനെയാണ് ആപ്ലിക്കേഷൻ, എങ്ങനെയാണ് സർഫസ് പ്രിപ്പറേഷൻ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എന്തെല്ലാം നമ്മൾ ചെയ്താലും സർഫസ് പ്രിപ്പറേഷൻ വളരെ മോശമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു യൂസേജും വരില്ല. കാരണം നമ്മൾ ചിലവാക്കുന്ന പൈസയ്ക്കൊക്കെ അത് യൂസും വരില്ല, അത് പീൽ ചെയ്ത് പോരും ചെയ്യും. ഉപയോഗിക്കേണ്ട സ്ഥലങ്ങൾ നമ്മൾ ബിറ്റുമിനസ് കോട്ടിങ് പറഞ്ഞ രീതിയിൽ നമ്മൾ അണ്ടർഗ്രൗണ്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ ഔട്ടറിൽ വരുമ്പോൾ പോളിയൂറേത്തിൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഏത് യൂസ് ചെയ്യണം എന്നുള്ളത് ആ കമ്പനിയുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരം പോകണം. അതേപോലെ തന്നെ സ്കിൽഡ് ലേബേഴ്സിനും നമുക്കത് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഓരോ ഇത് ചെയ്യുന്നതിന് മുന്നേ ഈ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസും നോക്കിയിട്ടാണ് നമുക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എല്ലാ വാട്ടർ പ്രൂഫിങ് എല്ലാ സ്ഥലത്തും യൂസ് ആവണമെന്നില്ല. ചിലത് പറഞ്ഞില്ല, നമ്മൾ എക്സ്പോസ് ചെയ്തിട്ടുള്ള രീതിയിൽ ബിറ്റുമിനസിൻ്റെ വന്നു കഴിഞ്ഞാൽ അത് ആകെ കറുത്ത നിറക്ക് ആകെ ഉരുകി പോകും. അതേപോലെ തന്നെ ചിലത് നമുക്ക് അണ്ടർഗ്രൗണ്ടിൽ യൂസ് ചെയ്യുന്നത് എടുത്തിട്ട് ഇത്രയും കോസ്റ്റ്ലി എടുത്തിട്ട് അണ്ടർഗ്രൗണ്ടിൽ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അത് സ്റ്റഡി ചെയ്തിട്ട് വേണം നമുക്ക് ഏത് വേണം എന്നുള്ളത് അപ്ലൈ ചെയ്യാൻ. എന്നിട്ട് വേണം അത് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്.